The major risk or problems in implementation of green banking. ഗ്രീൻ ബാങ്കിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന റിസ്കുകൾ പ്രോബ്ലംസ് എന്താണെന്നാണ് പറയണത്. ക്രെഡിറ്റ് റിസ്ക്, ലീഗൽ റിസ്ക്, റെപ്യൂട്ടേഷൻ റിസ്ക്, ഡൈവേഴ്സിഫിക്കേഷൻ പ്രോബ്ലംസ്, സ്റ്റാർട്ടപ്പ് പ്രോബ്ലംസ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, ഓപ്പറേഷണൽ ഹാർഡ്ഷിപ്പ്. ഒന്നാമത്തെ പറയുന്നത് ക്രെഡിറ്റ് റിസ്ക് ആണ് കേട്ടോ പറയണത്. Because of the climate change and global warming, there will be direct or indirect cost to banks. It is observed that the extreme weather conditions due to global warming affects the economic assets financed by the banks, thus leading to high incidence of credit default. Credit risk can also arise indirectly when banks lead to companies whose business was affected due to changes in environmental regulation. എന്താണ് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടും ഗ്ലോബൽ വാർമിംഗ് കൊണ്ടും എന്തുണ്ടാവാന്നാണ് പറയുന്നത്, ബാങ്കിന് ചിലവ് കൂടാം, ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും. വെതർ കണ്ടീഷൻസ് ആണ് ഏറ്റവും കൂടുതൽ എന്തിലും ബുദ്ധിമുട്ടുണ്ടാകും. ഗ്ലോബൽ വാർമിംഗ് കൊണ്ടാണ് എന്തുണ്ടാവണത്, വെതർ ചേഞ്ചസ് ഉണ്ടാവണത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് ബാങ്കിന് തന്നെയാണ്. അത് ഇക്കണോമിക് അസറ്റ്, സാമ്പത്തികമായിട്ട് അവർക്ക് വരുമാനം തരുന്ന കാര്യങ്ങളാണ് എന്തുന്നത്, മാറ്റം വരുത്തുന്നത്. അപ്പോൾ ക്രെഡിറ്റ്, പലരും ലോൺ എടുത്ത വലിയ വലിയ ബിസിനസ് ഫേമുകളൊക്കെ ലോൺ എടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ എന്താണ്, ബിസിനസ് സക്സസ് ആവില്ല, ബിസിനസ് എന്തായിരിക്കും, ഡിമ്മായി പോകും, നഷ്ടത്തിലേക്ക് പോകും. അപ്പോൾ അവർക്ക് എന്ത് വരില്ല, ബാങ്കിലേക്ക് തിരിച്ചടവ് വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ എന്തിനെ ബാധിക്കാറുണ്ട്, എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ബാധിക്കാറുണ്ട്. അത് പറയുന്നത് കമ്പനീസാണ്, ബിസിനസ് നടത്തുന്ന കമ്പനികളുണ്ടെങ്കിൽ അവർ ബാധിക്കുന്നത് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസും അവരുടെ പ്രവർത്തനത്തിനെ ബാധിക്കും. അവരുടെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ നിന്നും അവർ ലോൺ എടുത്ത് തിരിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതാണ് ക്രെഡിറ്റ് റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The implementation of green culture in banking activities and manufacturing activities involve a huge cost. Bearing a huge financial burden in one go may hamper the growth of business. So, corporate normally resorts to implement same in different phases, which may contrary bring very slow progress in ground. ഇപ്പോൾ ഗ്രീൻ കൾച്ചർ ബാങ്കിങ് ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ മാനുഫാക്ചർ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ എന്താണ്, വളരെയധികം ചിലവേറിയതാണത്. ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് അതിൻ്റേതായ ചിലവുകൾ ഉണ്ടായിരിക്കും. പക്ഷേ ഫിനാൻഷ്യലായിട്ടത് താങ്ങാനുള്ളതോ അത് വഹിക്കാനുള്ള ചിലവ് ചില കമ്പനികൾക്ക് ഉണ്ടായിരിക്കില്ല. അപ്പം അത് എന്തിനെ ബാധിക്കും, അതവർ നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ ഗ്രോത്തിനെയാണ് അത് ബാധിക്കുന്നത്. കോസ്റ്റ് കൂടുതലായിട്ട് വരും. അപ്പോൾ അവരുദ്ദേശിച്ച രീതിയിൽ ഫണ്ടുകൾ റേസ് ചെയ്യാനോ സെയിൽ നടത്താനോ അതൊന്നും സാധിക്കില്ല. അപ്പം അങ്ങനെയാകുമ്പോൾ കോർപ്പറേറ്റുകൾ എന്താണ് ചെയ്യണത്, ഇത് ചെറിയ രീതിയിൽ മാത്രമേ അവരത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. എല്ലാ ആക്ടിവിറ്റീസിലല്ല, പതുക്കെ പതുക്കെ ആയിരിക്കും എന്ത് ചെയ്യണത്, ഇത് ബാങ്കിങ് ആക്ടിവിറ്റീസിലും മാനുഫാക്ചർ ആക്ട് എല്ലായിടത്തും ഓവറാളായിട്ട് എന്ത് ചെയ്യണത്, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുള്ളൂ. കാരണം പറഞ്ഞാൽ ഇതാണ്, കോസ്റ്റ് കൂടുതലാണ്, ഒന്നിച്ചൊരു എമൗണ്ട് ഇറക്കാനുള്ള ക്യാഷ് പല കമ്പനികൾക്കും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സ്റ്റെപ്പായിട്ട് മാത്രമേ ഇത് നടപ്പാക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബെനിഫിറ്റും എന്താണ്, വളരെ പതുക്കെ മാത്രമേ ബിസിനസ്സിലേക്ക് വരികയുമുള്ളൂ. രണ്ടാമത്തെ ലീഗൽ റിസ്ക് ആണ് പറയണത്. The government or legislator has already framed very strict mandatory regulation and guidelines to adopt in day-to-day activities of business firms, including financial institutions, for protection of environment. Non-compliance or guidelines may attract severe action from government. So the legal risk is always there if ignore the rules. ഇതാണ് ഗവൺമെൻറ് അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭകളുടെയൊക്കെ ഒരു ചട്ടക്കൂടുണ്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ബിസിനസ് ഫേമുകളും അതുപോലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും എന്ത് ചെയ്യണം, അതിന് മുൻഗണന കൊടുക്കണം. ഇപ്പോൾ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് അവരെന്ത് ചെയ്യണം, അതിൻ്റെ ഗൈഡ് ലൈൻസ് എന്താണോ അത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. അത് നടപ്പാക്കിയില്ലെങ്കിൽ, ഗൈഡ് ലൈൻസ് അനുസരിച്ചുള്ള പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യും, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾക്ക് ആക്ഷൻ എടുക്കും. അപ്പം അതുകൊണ്ട് തന്നെ ലീഗൽ റിസ്ക്കും എവിടെയുണ്ട്, ഈ റൂളുകൾ എഗനിസ്റ്റ് ചെയ്യണമെങ്കിൽ, വയലേറ്റ് ചെയ്യണമെങ്കിൽ അതിനെതിരെ കർശനമായ ലീഗൽ റൂൾസുകളും ലീഗൽ റിസ്കുകളും ആരെ ഏറ്റെടുക്കണം, ബിസിനസ് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അപ്പം എല്ലാ സ്ഥാപനത്തിനും ചിലപ്പോൾ എന്താണ് ഈ ലീഗൽ റിസ്കുകളിൽ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്
ഒഴിവാക്കിക്കൊണ്ട് അവർ ഫുൾഫിൽ ചെയ്യേണ്ട പല ഫോർമാലിറ്റീസും ഉണ്ടായിരിക്കും. അവരുടെ ബിസിനസ്സിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ടായിരിക്കും ഏത് രീതിയിലാണെന്നുള്ളത്. വായുമലിനീകരണമാണോ, വെള്ളത്തിലാണോ, അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള മറ്റ് ആവാസ വ്യവസ്ഥയ്ക്കാണോ അവരുടെ പ്രവർത്തനം മൂലം ബുദ്ധിമുട്ടുണ്ടാകണമെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് പ്രിക്കോഷൻസ് എടുക്കേണ്ടത്. പല ബിസിനസ്സിന് എന്താണ് അങ്ങനെ പ്രിക്കോഷൻസ് എടുക്കാനുള്ള താല്പര്യം ഉണ്ടായിരിക്കില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന നിയമ നടപടികൾ അവർ നേരിടേണ്ടതായിട്ട് വരും. മൂന്നാമത്തെ റെപ്യൂട്ടേഷൻ റിസ്ക് ആണ് പറയണത്. ഇഗ്നറിങ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ബിസിനസ് ആക്ടിവിറ്റീസ് വിൽ ടാർണിഷ് ഓർ ഡിം ദ കോർപ്പറേറ്റ് ഇമേജ് വിച്ച് മേ അഫക്ട് ദ ബിസിനസ് ഓഫ് ദ ഫേം. എന്താണ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ബിസിനസ് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നമ്മളുടെ ഇമേജ്, ആ ബിസിനസ്സിൻ്റെ ഇമേജ് അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ഇമേജ് എന്തായാലും ഇല്ലാതായിത്തീരുന്നതിനോ അല്ലെങ്കിൽ ഡിം ആകുന്നതിനോ ആ ബിസിനസ്സിനെ തന്നെ അത് ബാധിക്കാനും സാധ്യതയുണ്ട്. സോ ഗിവിംഗ് ഡ്യൂ പ്രയോറിറ്റി ടു എൻവയോൺമെൻറ്റൽ മാറ്റേഴ്സ് നോട്ട് ഓൺലി കീപ് ദ ഇൻട്രസ്റ്റ് ഓഫ് അതേഴ്സ് ബട്ട് പ്രൊട്ടക്ട് ദ കോർപ്പറേറ്റ് ഇൻട്രസ്റ്റ് ഓൾസോ. ഇപ്പോൾ ഒരു വ്യക്തിക്ക് മാത്രം അത് താല്പര്യം ഉണ്ടായിട്ട് കാര്യമില്ല. എന്താണ് ആ മൊത്തം എല്ലാ കമ്പനി ഉടമകൾക്കും എന്താണ് അത്തരത്തിൽ താല്പര്യമുണ്ടായിരിക്കണം. എൻവയോൺമെൻറ്റിന് എന്ത് ചെയ്യണം എന്നുള്ളത് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളതിന് താല്പര്യമുണ്ടായിരിക്കണം. അതർവൈസ് ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആർ മോർ പ്രോൺ ടു ലോസ് ടു ദെയർ റെപ്യൂട്ടേഷൻ. അപ്പം അങ്ങനെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിനെതിരെ മുഖം തിരിക്കുകയാണെങ്കിൽ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ അല്ല, അവർ പ്രോഫിറ്റ് മാത്രമാണ് അവർ കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതെന്ത് നഷ്ടപ്പെടുത്തും, ആ ഫേമിൻ്റെ ആ ബിസിനസ്സിൻ്റെ റെപ്യൂട്ടേഷന് നഷ്ടപ്പെടാവുന്നത് കാരണമാകും. നാലാമത്തത് ഡൈവേഴ്സിഫിക്കേഷൻ പ്രോബ്ലംസ് ആണ്. ദ ഗ്രീൻ ബാങ്കിങ് റെസ്ട്രിക്ട് ബിസിനസ് ട്രാൻസാക്ഷൻ ടു ദോസ് ബിസിനസ് എൻറ്റിറ്റീസ് ഹു ക്വാളിഫൈ സ്ക്രീനിങ് പ്രോസസ് ഡൺ ബൈ ഗ്രീൻ ബാങ്ക്. നാലാമത്തത് എന്താണ് ഡൈവേഴ്സിറ്റി പ്രോബ്ലമാണ് പറയണത്. ഗ്രീൻ ബാങ്കിങ് ചില ട്രാൻസാക്ഷൻ റെസ്ട്രിക്റ്റ് ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ക്വാളിറ്റി ചെക്ക് ചെയ്യും. അത് ഗ്രീൻ ബാങ്കാണ് ചെയ്യണത്. ബാങ്കുകൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇന്ന കാരണങ്ങളൊക്കെ ഫോളോ ചെയ്യണമെങ്കിൽ മാത്രമേ ലോൺ നൽകുള്ളൂ എന്ന്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ബോണ്ട് വെച്ചിട്ട് അവർ നടപ്പാക്കിയിട്ടുള്ള ബിസിനസ് എന്താണെന്നുള്ളത് എന്തെങ്കിലും ഗ്രീൻ ബാങ്ക് ക്വാളിഫൈ ചെയ്തിട്ടാണ് അവർക്ക് എന്തെങ്കിലും അപ്രൂവൽ കൊടുക്കുകയുള്ളൂ. നാലാമത്തത് സ്റ്റാർട്ടപ്പ് പ്രോബ്ലംസ് ആണ്. നാലല്ല അഞ്ചാമത്തത് കേട്ടോ. സിൻസ് ഗ്രീൻ ബാങ്കിങ് ഇൻ ഫുൾ സ്വിങ് ടേക്സ് 3 to 4 years. ഗ്രീൻ ബാങ്കിങ് ഫുൾ സ്വിങ് മുഴുവനായിട്ട് കാര്യക്ഷമ പ്രവർത്തനമാകണം എന്നുണ്ടെങ്കിൽ ഒരു 3-4 വർഷം എടുക്കും. സോ ഡ്യൂറിങ് റെസഷൻ ഇറ്റ് വിൽ നോട്ട് ബി പ്രാക്ടിക്കബിൾ. റെസഷൻ പീരീഡ് ആണെങ്കിൽ നമുക്കത് പ്രാക്ടിക്കലായിട്ട് അവതരിപ്പിക്കാനായിട്ട് സാധിക്കില്ല. ബൂം പീരീഡ് ആണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളത്, നടപ്പാക്കാൻ സ്റ്റാർട്ടപ്പ് തുടങ്ങി വെക്കാനായിട്ട് സാധിക്കുള്ളൂ. എന്തുകൊണ്ടാണത്, ഒരു 4 വർഷമെങ്കിലും വേണ്ടി വരും അത് ഫുൾ സ്വിങ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട്. 6 ഓപ്പറേഷൻ കോസ്റ്റ്. The requirement of experts and efficient staff to function green banking increases the operating cost. എന്താണ് ഗ്രീൻ ബാങ്കിങ് നടപ്പാക്കണം എന്നുണ്ടെങ്കിൽ നല്ല എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരും എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റാഫുകളും ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഗ്രീൻ ബാങ്കിങ് സക്സസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഹൈ ആയിരിക്കും. 7ാമത്തത് ഓപ്പറേഷണൽ ഹാർഡ്ഷിപ്പ്. Lending money to those customers whose business is affected by the cost of pollution, changes in environmental policies, etc. make operational problems to the green banking. കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യണത്, ക്യാഷ് കൊടുക്കണത്, ലോൺ കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണത്, കോസ്റ്റ് ഓഫ് പൊല്യൂഷൻ തടയുന്നതിന് വേണ്ടിയിട്ടും എൻവയോൺമെൻറ്റ് പോളിസീസ് അതിന് ചേഞ്ചസ് ഒക്കെ വരുത്തണം. അപ്പോൾ അത് ഓപ്പറേഷൻ പ്രോബ്ലംസ് ഒക്കെ ഗ്രീൻ ബാങ്കിങ്ങിൻ്റെ ഓപ്പറേഷൻ പ്രോബ്ലംസിന് കൂടിയാണ് എന്താണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിന് അത് കൊടുക്കുമ്പോൾ അവർ അത്തരത്തിൽ പ്രവർത്തിച്ചില്ല എങ്കിൽ അത് എന്ത് ചെയ്യും, ബാങ്കിൻ്റെ ഓപ്പറേഷൻസിനെ കൂടിയാണത് ബാധിക്കുന്നത്. ഇപ്പോൾ ഗ്രീൻ ബാങ്ക് ഒരു ലോൺ കൊടുത്ത് പക്ഷെ അവർ പറഞ്ഞ രീതിയിലല്ല ബിസിനസ് നടപ്പാക്കുന്നതെങ്കിൽ അത് നോക്കുന്നതിൽ അവർ പരാജയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാങ്കിൻ്റെ ഏത് ബാങ്കാണോ ഗ്രീൻ ലോൺ കൊടുത്താക്കുന്നത് ആ ബാങ്കിൻ്റെ പ്രവർത്തനത്തെയാണത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്. ഇത്രയുമാണ് എന്തായിട്ട് പറയണത്, പ്രോബ്ലംസ് ആയിട്ട് പറയണത് കേട്ടോ. എന്ത് ഗ്രീൻ ബാങ്കിങ് നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ ഫേസ് ചെയ്യേണ്ട പ്രോബ്ലംസ് ആയിട്ട് പറയണം.